പ്രാർത്ഥനയോടുകൂടി സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവ് മനസ്സിലാക്കി തരുവാനായിട്ട് ഇടയാകും. മാത്രമല്ല നിങ്ങൾ ഇവിടെ ബോർഡിൽ കാണുന്ന കാര്യങ്ങൾ നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ വരച്ചെടുക്കുവാനും അതിന്റെ അവിടെ കാണുന്ന ദൈവവചന വാക്യങ്ങൾ എഴുതിയെടുക്കുവാനും ഇടയാകണം. നിങ്ങൾ ഇന്റർവെൽ സമയങ്ങളിലെല്ലാം നിങ്ങൾ പോയാലും നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാനായിട്ട് ഇടയാകും. Hallelujah. Great purpose of God about church, step 1 and step 2. Step 1 and step 2 രണ്ട് സ്റ്റെപ്പുകളാണിത് സഭയെക്കുറിച്ചുള്ള ആ പർപ്പസ്. ഇതിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോവാ, ഇതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കാൻ പോവാ. പക്ഷെ ഇതിലേക്ക് ശ്രദ്ധിക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് പുറമൊന്ന് കണ്ടിട്ട് ഇതിനകത്ത് കയറാൻ പോവുകയാണ്. നമ്മൾ ചെയ്യേണ്ട പാർട്ട് ഇതിൽ സ്റ്റെപ്പ് 2 ആ. സ്റ്റെപ്പ് 1 ഓൾറെഡി കഴിഞ്ഞു, സ്റ്റെപ്പ് 2 നമ്മൾ ചെയ്യണം. പക്ഷെ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് മൊത്തത്തിലൊരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഒരല്പമായിട്ട് നമ്മൾ ഇതൊന്ന് മനസ്സിലാക്കും. തുടർന്ന് സമയത്തെക്കുറിച്ച് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ടേക്ക് പോകാൻ പോവുകയാണ്. ഈ ലൈൻ നിങ്ങൾ കാണുന്ന ഒരു ടൈം ലൈനാണ്. പെട്ടെന്ന് കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ തക്കവണ്ണുള്ള ഒരു ടൈം ലൈൻ. എന്തൊക്കെ ആദ്യം നടന്നു എന്നുള്ളതാണ്. ഇത് ഇന്ന് രാവിലെ കർത്താവ് 7 മണിയാകുമ്പോൾ തന്നതാണ്. എന്നാൽ അപ്പോൾ തന്നെ ഇത് വരച്ചു നിങ്ങൾക്ക് ഇന്ന് കാണുവാനായിട്ട് ഫ്രഷ് ആയിട്ട് ആദ്യമായിട്ട് നിങ്ങളാ കാണുന്നത്. സ്തോത്രം. ശ്രദ്ധിക്കുക, ഈ ബ്ലൂ കളറ് ഇപ്പുറത്തും ബ്ലൂ കളറ്, ഇത് എറ്റേണിറ്റിയാ. എറ്റേണിറ്റി എന്ന് വെച്ചാൽ നിത്യതയാ. ഇവിടെയും നിത്യത, രണ്ടാമത്തെ പാർട്ടിൽ നിത്യത. അപ്പൊ രണ്ട് പാർട്ടിൽ നിത്യത വരികയാണ്. ഇതിന്റെ ഇടയിൽ കുറെ സംഭവങ്ങൾ നടന്നു. ഇതിനെയാണ് ടൈം എന്ന് കുറിക്കുന്നത്. ടൈം ഈ ലൈൻ കണ്ടോ, ഇനി ആ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ ടൈമാണ്. അപ്പോ ദൈവത്തിന്റെ വചനം ഇവിടെ പറയുന്ന കാര്യമുണ്ട്. നിത്യത മുതൽ നിത്യത വരെ നീ ദൈവം. എറ്റേണിറ്റി ഡോട്ടർ ലൈൻ കാണിക്കുന്നതൊക്കെ നിത്യതയാണ്. എന്നാൽ നിത്യതയ്ക്ക് ഉള്ളിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായി. അതിന്റെ പേരാണ് സമയം. സമയം എന്നാൽ ഇൻട്രപ്ഷൻ ഇൻ എറ്റേണിറ്റി. എറ്റേണിറ്റിയുടെ ഇടയിലുള്ള ഒരു ഇൻട്രപ്ഷൻ, ഒരു ഇടവേളയാ സമയം. കാരണം എടുത്ത് കർത്താവിനെ സ്തോത്രം ചെയ്താണ്. ഒരു പ്രാവശ്യം കൂടെ സമയം എന്നാൽ എന്താ? അതൊരു ഇടവേളയാണ് സമയം. നിത്യതയ്ക്ക് ഇടയിലുള്ള ഒരു ഇടവേള. സങ്കീർത്തനക്കാരൻ പറയാണ്, നിത്യത മുതൽ നിത്യത വരെ നീ ദൈവമാണ്. അപ്പോൾ തന്നെ നമുക്ക് അവിടെ ഒരു ഗ്രാമർ മിസ്റ്റേക്ക് കാണാം. നമ്മൾ ആരും പറയില്ല എറണാകുളം മുതൽ എറണാകുളം വരെ പറയോ? സങ്കീർത്തനക്കാരൻ പറയുക, എറ്റേണിറ്റി ടു എറ്റേണിറ്റി യു ആർ ഗോഡ്. നിത്യത മുതൽ നിത്യത വരെ നീ ദൈവമാണ്. അതിന്റെ അർത്ഥം, നമ്മളിപ്പോ ഒരു ദിവസം എറണാകുളം സൗത്ത് നോർത്തുമായിട്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് പറയാം എറണാകുളം സൗത്ത് മുതൽ എറണാകുളം നോർത്ത് വരെ പറയാൻ പാടില്ലേ? അപ്പോ എറണാകുളത്ത് ഡിവൈഡ് ചെയ്താൽ മാത്രമേ 2 എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇന്നത് മുതൽ ഇന്നത് വരെ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? സ്തോത്രം. ഇതുപോലെ സങ്കീർത്തനക്കാരന് ഡിവൈഡ് ചെയ്യുകയാണ് നിത്യതയെ. നിത്യത മുതൽ നിത്യത വരെ. മലയാളം ബൈബിളിൽ കുറച്ചും കൂടി ക്ലിയർ ആക്കിയിട്ടുണ്ട് അവര്. ആ വേർഡിംഗ് ഒന്ന് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഗ്രീക്കിലും ഇംഗ്ലീഷിലും സെയിം വേർഡ് തന്നെയാണ്. മലയാളം ബൈബിളിൽ പറയണ, നീ അനാദിയായും നീ ശാശ്വതമായും ദൈവമാണ്. സ്തോത്രം. യഥാർത്ഥത്തിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിത്യത മുതൽ നിത്യത വരെ ഉള്ളൂ. എന്നാൽ അനാദി എന്ന് പറഞ്ഞാൽ ആദ്യ നിത്യതയും, ശാശ്വതം എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് നിത്യതയുടെ അടുത്ത പാർട്ടുമാണ്. സ്തോത്രം. അതായത് നിത്യത രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. ഇംഗ്ലീഷ് ബൈബിളിലാണ് നമ്മൾ നോക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ഗ്രീക്ക് ബൈബിളിലാണ് നോക്കുന്നെങ്കിൽ എഴുതിയിട്ടുണ്ട് എവർലാസ്റ്റിംഗ്.
എവർലാസ്റ്റിംഗ് ടു എവർലാസ്റ്റിംഗ് യു ആർ ഗോഡ്. അല്ലെങ്കിൽ ഓളം ടു ഓളം ഗ്രീക്കിൽ പറയുകയാണെങ്കിൽ ഓളം ടു ഓളം യു ആർ ഗോഡ്. അതായത് നിത്യത മുതൽ നിത്യത വരെ. അതിന്റെ അർത്ഥം നിത്യതയ്ക്ക് ഒരു മുറിവ് വന്നു. നിത്യതയ്ക്ക് ഒരു മുറിവ് വന്നു. ആ നിത്യതയ്ക്ക് വന്ന മുറിവിന്റെ പേരാണ് സമയം. ഒരു ഗ്യാപ്പ് വരാൻ നിങ്ങൾ ചിന്തിക്കാൻ. ഈ സമയത്തിന് ഭയങ്കര ഇമ്പോർട്ടന്റ്. ഈ സമയത്തിന് സ്തോത്രം. നമ്മൾ പലരും വെറുതെ കളയും. ചിലര് പറഞ്ഞു എനിക്ക് ബോറടിക്കുന്നു. സ്തോത്രം. പണ്ട് ഞാനും പറയാറ്, ഞാൻ ചിന്തിക്കുന്നു അങ്ങനെയുള്ളവരുടെ സമയം നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ എത്രയോ ആശ്വാസമായിരുന്നേനെ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നിത്യത മുതൽ നിത്യത വരെ. അതിന്റെ അർത്ഥം ആദ്യ നിത്യത, രണ്ടാം നിത്യത. ഇത് രണ്ടായിട്ട് മുറിഞ്ഞിരിക്കുന്നു. ഇതിന്റെ ഇടയിലെ ഒരു ഭാഗമാണ് സമയം. ഈ സമയം യഹോവയാം ദൈവം ഒരു ഗ്രേറ്റ് പ്രൊജക്ട്, ഒരു വലിയ പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഒരു വലിയ പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ പലരുടെയും ചിന്ത ദൈവം റെസ്റ്റ് എടുക്കാന്നല്ലേ. റെസ്റ്റൊക്കെ പോയിട്ട് നാള് കുറയായി. 6 ദിവസം കൊണ്ട് എല്ലാം സൃഷ്ടിച്ചു. 7-ാം ദിവസം കർത്താവ് റെസ്റ്റ് തുടങ്ങി. ആകയാൽ പ്രിയ മക്കളെന്നപോലെ നിങ്ങൾ എന്നെ അനുകരിക്കുക. അതുകൊണ്ട് നമ്മൾ പലരും റെസ്റ്റ് എടുക്കുക, കർത്താവിനെ അനുകരിക്കുകയല്ലേ. സ്തോത്രം. എന്നാൽ പിതാവിന്റെ റെസ്റ്റൊക്കെ പോയിട്ട് നാള് കുറയായി. ആദം എന്നാണ് അവിടെ ഇറക്കപ്പെട്ടത്, അന്ന് കർത്താവിന്റെ റെസ്റ്റ് അവസാനിച്ചതാ. പുതിയ പ്രൊജക്ട് ആരംഭിച്ചു. മനസ്സിലായോ? പുതിയൊരു പ്രൊജക്ട് അവിടെ ആരംഭിച്ചു. പക്ഷെ നമ്മൾ പലരും അറിഞ്ഞില്ല പുതിയ പ്രൊജക്ടിനെ കുറിച്ച്. ആ വലിയ പ്രൊജക്ടിന്റെ ചെറിയ ചെറിയ ഭാഗങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. സ്തോത്രം. അങ്ങനെ നിത്യത രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ചെയ്യപ്പെട്ടു. ആ ഭാഗമാണ് നിങ്ങൾ ഈ കാണുന്നത്. എറ്റേണിറ്റിയുടെ ആദ്യ പകുതി, എറ്റേണിറ്റിയുടെ രണ്ടാം പകുതി, ഇടയിൽ സമയം. നമ്മൾ ഓരോരുത്തരും ഇന്ന് ഈ സമയത്തിലാണ്. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ എങ്ങോട്ട് പൊങ്ങി? കിണറ്റിന്റെ ഉള്ളിലാണോ? കിണറ്റിൽ നിന്ന് പൊങ്ങി നമ്മൾ മോളിൽ കൂടി നോക്കുക. ദൈവം നോക്കുന്നത് പോലെ കാര്യം നോക്കുക. ഇപ്പോഴാണ് നമ്മൾ യഥാർത്ഥ ദൈവമക്കളായ. കർത്താവ് പറയുക, ആകയാൽ പ്രിയ മക്കളെന്നതുപോലെ എന്നെ അനുകരിച്ച് ഞാൻ കാണുന്നത് പോലെ കാണുക, ഞാൻ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ദൈവം പ്രവർത്തിക്കുന്നത് നിത്യതയിലാണ്. സ്തോത്രം. മനുഷ്യൻ പ്രവർത്തിക്കുന്ന സമയത്തിലാണ്. മനുഷ്യൻ പ്രവർത്തിക്കുന്ന സമയത്തിലാണ്. ദൈവം പ്രവർത്തിക്കുന്നത് നിത്യതയിലാണ്. മനസ്സിലാവുന്നുണ്ടോ? യഥാർത്ഥ ദൈവമക്കളെ എതിൽ പ്രവർത്തിക്കുന്നറിയാമോ? അവർ നിത്യതയിലേക്ക് പോകും. അവർ നിത്യതയിലേക്ക് പൊങ്ങി എല്ലാം കണ്ടിട്ട് ഈ ബോഡി തീരണ വരെ, ഈ ഉടുപ്പ് തീരണ വരെ മാത്രമേ അവർക്ക് സമയത്ത് പ്രവർത്തിക്കാൻ പറ്റൂ. സമയത്ത് അവര് പ്രവർത്തിച്ച് നിത്യതയിൽ അവർ ജീവിക്കും. കിട്ടണില്ല. സമയത്തിൽ അവര് പ്രവർത്തിച്ച് നിത്യതയിൽ അവർ ജീവിക്കും. ഈ ലോകത്തിലെ ലോകമക്കളും ഇതറിയാത്ത രീതിയിൽ പോകുന്ന ദൈവമക്കൾ എന്ന് പറയുന്ന ലോകമക്കളും ഇവര് ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ഇവര് ജീവിക്കുന്നത് മരിക്കാൻ വേണ്ടിയാ. ഇവര് ജീവിക്കുന്നത് മരിക്കാൻ വേണ്ടിയാ. എന്നാൽ യഥാർത്ഥ മക്കൾ മരിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയാ. കിട്ടുന്നുണ്ടോ? അവർ മരിക്കുന്നത് അവർ ജീവിക്കാൻ വേണ്ടിയാ. പൗലോസ് ചോദിച്ചാൽ പറയും, ഞങ്ങളൊക്കെ ഒരു ദിവസം കൂട്ടിക്കിട്ടിയതിന് നന്ദി പറയുക. അങ്ങനെന്താ ഇങ്ങനെ പറയണേ? ശരീരം വിട്ട് അങ്ങയോ കർത്താവോട് കൂടിയിരിക്കുന്നതിന് എനിക്ക് വലിയ ഇഷ്ടം. അതാ മരിക്കുന്നല്ലേ പുസ്തകം അങ്ങനെ പറയും. അതെ, എന്താ അന്ന് അങ്ങനെ പറയണേ? കുഞ്ഞേ, മരിച്ച എനിക്ക് ലാഭമാ. മനസ്സിലായോ? മരിച്ചാൽ നമുക്കത് പെട്ടെന്ന് ഹല്ലേലൂയ പറയാൻ പറ്റാത്തത് നമ്മൾ ആ സെറ്റിലേക്ക് എത്തിയിട്ടില്ല. നമ്മുടെ മനസ്സ് അവിടെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. മരിച്ചാൽ എനിക്ക് ലാഭമാ, പിന്നെ ഞാൻ ജീവിക്കുന്നത് നിങ്ങൾക്ക് പ്രയോജനം. മനസ്സിലായോ? എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു ആണെങ്കിൽ അതൊരു ലോയാണ്, ഒരു ഫോർമുലയാണ്. ജീവൻ ഈക്വൽ ക്രിസ്തു എങ്കിൽ മരണം ഈക്വൽ ലാഭം. ഒരു ബിസിനസ്സുകാരനെ പോലെ പുള്ളി പറയുന്നേ. മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു ആണെങ്കിൽ, കാരണം എന്റെ ജീവിതം ഞാൻ എനിക്ക് വേണ്ടിയല്ല, ഞാൻ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നു എന്ന് പറയുകയല്ല, ജീവിക്കുന്നുവെങ്കിൽ
എന്റെ മരണം എനിക്ക് ലാഭമാണ്. സ്തോത്രം. ഹല്ലേലൂയ. മരണം ലോകത്തിന് ദുഃഖമാണ്. യഹോഭക്തന്റെ മരണം സ്വർഗത്തിൽ സന്തോഷമാണ്. തന്റെ ഭക്തന്റെ മരണം യഹോവയ്ക്ക് വിലയേറിയതാ. സ്തോത്രം. ഹല്ലേലൂയ. കാരണം എന്റെ മോൻ കോഴ്സ് കഴിഞ്ഞ് വരികയാ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? മനസ്സിലാവുന്നുണ്ടോ? അവൻ കോഴ്സ് കഴിഞ്ഞ് വരികയാ. സ്വർഗത്തിൽ അത് ഭയങ്കര സന്തോഷമാണ്. ഹാപ്പി ഡെത്ത് ഡേ. നമ്മൾ ഹാപ്പി ബർത്ത്ഡേ അല്ലേ പറയുന്നത്? അല്ലേ സമ്മാനം കൊടുത്താക്കുന്നേ? ഇല്ലേ? സ്വർഗത്തിൽ ഹാപ്പി ഡെത്ത് ഡേ. സഭാപ്രസംഗം 7-ാം അധ്യായം പറയുകയാണ്, കുഞ്ഞെ നിന്റെ ബർത്ത്ഡേക്കാൾ നല്ലത് നിന്റെ ഡെത്ത് ഡേ. സ്തോത്രം. നിന്റെ ജന്മ ദിവസത്തേക്കാൾ നിനക്ക് നല്ലത് നിന്റെ മരണ ദിവസമാണ്. സ്തോത്രം. നമ്മളെ സംബന്ധിച്ച മരണം എന്ന് പറയുന്നത് വലിയൊരു കഷ്ടമാണ് എങ്കിൽ യഥാർത്ഥ ദൈവപൈതലെ മനസ്സിലാക്കിക്കോ, മരണം എന്ന് പറയുന്നത് നിന്റെ പ്രമോഷനാണ്. സ്തോത്രം. മരണം ലോക മക്കൾക്ക് കഷ്ടമാണ്, ദുഃഖമാണ് എങ്കിൽ യഥാർത്ഥ ദൈവപൈതലിന് മരണം പ്രമോഷനാണ്. മനസ്സിലായോ? നിങ്ങളെ കിട്ടി വരാൻ ഇത്തിരി സമയം എടുക്കും. ശരിക്കും കിട്ടിക്കഴിഞ്ഞാൽ വീട്ടിൽ പോയി ഹല്ലേലൂയ പറഞ്ഞാൽ അവിടെ എത്തുമ്പോ കിട്ടും. ശ്രദ്ധിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ശ്രദ്ധിച്ചേ. നമ്മുടെ കോഴ്സ് കഴിഞ്ഞ് നമ്മൾ പോവുക, ഉടുപ്പ് ഊരിട്ടിട്ട് പോവുക. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യണേ? വി ആർ ലിമിറ്റഡ് ഇൻ സ്പേസ് ആൻഡ് ടൈം. ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ നമ്മൾ ജയിലില്ല. ഇപ്പോ നമ്മൾ ജയിലില്ല. എന്ത് ജയില്? ഒരു അസ്ഥിക്കൂടവും കുറച്ച് മാംസവും ഒട്ടിച്ച് ശരിയാക്കി വെച്ചിട്ട് കുറച്ച് തൊലിയും പൊടിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇട്ടു. മനസ്സിലായോ? സെൻട്രൽ ജയിലിൽ കിടക്കുന്ന ഇരുമ്പഴിക്കുള്ളിൽ കിടക്കുന്നു. നമ്മളോ അസ്ഥി കൊണ്ടുള്ള ഒരു ജയിലിന്റെ, മാംസം കൊണ്ടുള്ള ഒരു ജയിലിന്റെ ഉള്ളിൽ കിടക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. ഇപ്പൊ എനിക്ക് ദുബായിക്ക് തിരിച്ചു പോകണമെങ്കിൽ ഞാൻ സ്പേസിനും ടൈമിനും അടിമയായതുകൊണ്ട് ഞാൻ പോയി ടിക്കറ്റ് എടുക്കണം. എന്നിട്ട് ഞാൻ ഡ്രസ് ചെയ്യണം, വണ്ടി കയറണം, ഇവിടുന്ന് എയർപോർട്ടിൽ പോകണം, കൊച്ചി എയർപോർട്ടിൽ പോകണം, പിന്നെ അവിടെ നിന്ന് പ്ലെയിൻ കയറി ദുബായ് എയർപോർട്ടിൽ പോകണം, പിന്നെ അവിടെ നിന്ന് അടുത്ത വണ്ടിയിൽ വീട്ടിൽ പോകണം. എത്ര നേരം പോയി? മനസ്സിലായോ? എന്റെ ഈ ബോഡിയെ, എന്റെ ഈ ജയിലിനെ വെച്ച് എത്ര സ്ഥലം വേണ്ടി വന്നു? മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ പ്രമോഷൻ കിട്ടിയാ പിന്നെ ഇതൊന്നും വേണ്ട. പ്രമോഷൻ കിട്ടിയാ പിന്നെ ഇതൊന്നും വേണ്ട. സ്തോത്രം. കർത്താവ് യേശുവിനെ കണ്ടോ? ഡോറടുത്തെന്ന് പറഞ്ഞ് അകത്ത് കയറാണ്ടിരിക്കുന്നുണ്ടോ? കേറിങ് പോരുകയാ. സ്തോത്രം. ഹല്ലേലൂയ. ശരീരം വേണമെങ്കിൽ, ഫിസിക്കൽ ബോഡി വേണമെങ്കിൽ എടുക്കാൻ, വേണമെങ്കിൽ എടുക്കണ്ട, ഇഷ്ടമുള്ള പോലെ. പിന്നെ എങ്ങനെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം. നമ്മളിപ്പോ ഒരാൾക്ക് ടാറ്റ കൊടുക്കണം. എങ്ങനെയാ? പോകുമ്പോ ഞാൻ പോവാണല്ലേ? ഓക്കെ, ശരി ശരി. ഇങ്ങനെയല്ലേ? പക്ഷെ കർത്താവ് പോയപ്പോ ടാറ്റ കൊടുത്തത് എങ്ങനെയാ? ഇങ്ങനെയല്ലേ? മനസ്സിലായോ? അപ്പൊ എങ്ങനെ വേണമെങ്കിലും പോവാം. സ്തോത്രം. അതുകൊണ്ടാണ് പുതിയ യെരൂശലേം പണിതപ്പോ മുകളിലേക്കും നല്ലൊരു ലെങ്ത്. നമ്മളധികം മുകളിലേക്ക് പണിയത്തില്ല, കാരണം നമുക്ക് മുകളിൽ താമസിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ഏകദേശം എല്ലാ ഭാഗവും ഒരേ രീതിയിലാണ്. ഇവിടുന്ന് തിരുവനന്തപുരം മുതൽ കന്യാകുമാരി വരെ ഉള്ള ഒരു ചതുര കട്ടയാണ്. മുകളിലേക്ക് അത്ര തന്നെ വീതി, നീളം എല്ലാം ഒരേ രീതിയിൽ. ഇപ്പൊ ഞാൻ ചിന്തിച്ചു, കർത്താവ് ഈ മുകളിലേക്ക് പണിയണെന്തിനാ? ഞങ്ങളെല്ലാം പട്ടണം പണിത പരത്തിയല്ലേ പണിയണേ, അങ്ങനെ ഉയർത്തി പണിയണേ? കാരണം ഈ ബോഡി, പുതിയ ബോഡി ഉള്ളവർക്ക് ഉയരത്തിലും ജീവിക്കാം. മനസ്സിലാവുന്നുണ്ടോ? അവരിങ്ങനെ മാത്രമല്ല നടക്കണേ, അവരിങ്ങനെയും പോകും, ഇങ്ങനെയും പോകും, ഏത് രീതിയിലും അവർ പോകും. മനസ്സിലായോ? സ്തോത്രം. നമ്മള് സ്വാതന്ത്ര്യം പ്രാപിക്കാൻ പോകും.